are driving in the wrong direction. Please turn around. എടാ അതെ, നീ അയച്ചു തന്ന ലൊക്കേഷൻ തെറ്റാന്ന് തോന്നുന്നു. ഞാനൊരു പാലത്തല്ല, ഇവിടെ വേറെ വീടൊന്നും കാണുന്നില്ല. പാലമൊക്കെ കണ്ടതോ? അതിനിവിടെ പാലമൊന്നുമില്ലല്ലോ. പാലമൊന്നും ഇല്ല. എടാ എണ്ണ നിനക്ക് മാപ്പൊക്കെ അറിയാവോ? എടാ കിട്ടി കിട്ടി കിട്ടി, നീ വെച്ചോ. At the next intersection, turn left. അമ്മൂടെ ലൊക്കേഷൻ. Turn left. സൈക്കോ ജോമൻ. എടാ ഒരു മിനിറ്റ്. എടാ നോയലേ, നിങ്ങൾ ട്രിപ്പിലാണോടാ? ആടാ ട്രിപ്പിലാടാ. അതെന്താടാ എന്നെ വിളിക്കാഞ്ഞേ? ഞാൻ പറഞ്ഞല്ലേടാ, വീട്ടിൽ വന്ന് ക്രിസ്മസും കൂടി എൻ്റെ ബർത്ത്ഡേയും കൂടി ഒരുമിച്ച് പോകാമെന്ന്. നീ വന്നാൽ ശരിയാകത്തില്ലടാ. അതെന്താടാ? എടാ ജോമാനെ, ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാം. നീ വെക്ക്. ദുരന്തം, അവനെ കൊണ്ടുപോകാത്ത എന്താന്ന് നിനക്കൊക്കെ ഓർമ്മയുള്ളതല്ലേ? ഓർമ്മിപ്പിക്കലെന്റെ പൊന്നെ. നിനക്കൊന്നും ഓർക്കണ്ടല്ലോ. അന്ന് അവന്മാർ എന്നെ കൊണ്ട് ആ ടയറിന്റെ കാറ്റ് മുഴുവൻ നിറച്ചത് പാട്ടി. അന്ന് അവന്മാരുടെ അടി മൊത്തം ഞാനാ ഒറ്റയ്ക്ക് വാങ്ങിയത്. എവിടാടാ കാണിച്ചേ? നിന്നെ കാണിക്കാടാ, നിന്നെ എല്ലാം കാണിക്കാം. പോട്ടരാ. ഇപ്പൊ ഞാൻ അവനെ വിളിക്കുന്നത് വല്ലപ്പോഴും പഴുതയ്ക്ക് വേണ്ടിയാണ്. വല്ലപ്പോഴൊക്കെ വൈകിട്ട് ഒരൊറ്റ ബുദ്ധി ഒരു മാണ്ടൻ. ഞാൻ മണ്ടന് ഒറ്റ ബുദ്ധിയാണല്ലേടാ. നീയൊക്കെ എന്നെ നോക്കി കാണാൻ വരടാ, കാണിച്ചു തരടാ. ഞാൻ ആരാന്ന് കാണിച്ചുതരാം. The destination is on your left. ഹലോ. എടാ എന്നാടാ നീ എത്തിയില്ല ഇതുവരെ? എടാ ഞാനേ, നീ അയച്ചു തന്ന ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ മൊത്തം ആൾക്കാരാണെന്ന് തോന്നുന്നു. ലൈറ്റ് കിട്ടിയിട്ടുണ്ട്. എന്റെ പൊന്നടാവേ, നീ ആരുടെ വീട്ടിലെത്തി നിൽക്കുന്നേ? നിന്റെ കുഞ്ഞമ്മയുടെ വീട്ടില് നീ അയച്ചു തന്ന ലൊക്കേഷൻ പിള്ളേ വന്നേക്കുന്നത്. അവിടെ വലിയൊരു വളവുണ്ടോ? ആ ഒരു സ്ട്രീറ്റ് ലൈറ്റ്. ആ ഉണ്ട്. ആ ലൈറ്റിന്റെ ഓപ്പോസിറ്റ് ആണോ വീട്? അല്ല, അതെ 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 അതെ. എന്നാ പിന്നെ ഒന്നും നോക്കണ്ട, അത് തന്നെ വീട്. കേറിക്കോ. ഓക്കെ. എടാ പക്ഷേ എടാ നീ ആ ലൈറ്റ് ഒന്നും നോക്കണ്ട, അവന്റെ വട്ടറ. അവിടെ അവൻ മാത്രമേ ഉള്ളൂ. മിക്കവാറും ഉറക്കോളകി അടിച്ച് അവനിപ്പോ ഉറങ്ങി കാണും. ഇനിയിപ്പോ ഉറങ്ങിയില്ലേലും പ്രശ്നമില്ല. നീ ഒന്ന് ക്രിസ്മസ് പാപ്പയല്ല, മരിച്ചുപോയന്റെ അപ്പാപ്പനാന്ന് പറഞ്ഞാലും അവൻ വിശ്വസിച്ചോളും. എടാ പിന്നെ നീ കഴിഞ്ഞിട്ട് വിളിക്കാം. വിളിക്കാം. ഇനി എന്നെ ആര് കാണും ഞാൻ തീരുമാനിക്കും. അതപ്പോ കാക്കിയാലും ശരി, കതറായാലും ശരി. വേദന എടുക്കാത്തൊരു മരണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലേ വേണ്ട, നല്ല വേദന ആയിരിക്കും. നല്ല വിശപ്പ്. ഒരു പഴം കേട്ടാ ആരെങ്കിലും കാണുന്നുണ്ടോ? മറന്നിട്ടേ. നമ്മളോടാ കളി. ഈ കഞ്ഞിയിൽ വിഷം ചേർത്ത് അന്തസ്സായ ഒരു മരണം. കഞ്ഞിക്ക് ഭംഗി വരാം. എന്തിനു നാടിയ
നിന്നെയൊക്കെ ഞാൻ നിനക്കൊക്കെ വെച്ചിട്ടുണ്ടോ? നീ കണ്ടോ? പെർഫെക്റ്റ്. ചിലപ്പോൾ തന്ത പോലും തിരിച്ചറിയാം. വെൽ ഡൺ. എവിടെ? കിട്ടിപ്പോയി. ഈ വിഷയത്തിന് ചോക്ലേറ്റിന് ടേസ്റ്റ് ഉണ്ടാവണേ നാദാ. ഡാ, ഓ നിനക്ക് ഇപ്പോഴെങ്കിലും എന്നെ വിളിക്കാൻ തോന്നില്ലടാ. എടാ ഞാൻ ഒരുങ്ങി നിൽക്കട്ടാ. എടാ അതിനല്ലടാ വിളിച്ചേ. ഒരു 2000 രൂപ അക്കൗണ്ടിലേക്ക് ഇട്. ഓ അതിനായിരുന്നു. ഇവൻ തന്നെ എൻ്റെ ബോഡി ആദ്യം കാണണം. എടാ 2000 ഇവിടെ നിൽക്ക് ഇതിലാകുമോ? എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഇരിപ്പുണ്ട്. നീ വീട്ടിലേക്ക് വാ, ഞാൻ തരാം. വേണ്ട. ഒന്നുമില്ലടാ, ഞാൻ വരുവാ. പാപ്പാ, ക്രിസ്മസ് പാപ്പാ, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു പോകാൻ വന്നാണേ. കൃഷ്ണൻ എങ്ങനെ ക്രിസ്മസ് പാപ്പയെ? അതിപ്പോ കൃഷ്ണനിലും ക്രിയുണ്ട്, ക്രിസ്മസിലും ക്രിയുണ്ട്. അവർക്ക് റീ കൊടുക്കണമെന്ന് കരുതിയാ. എന്നാ ഞാനങ്ങോട്ട് അടുത്ത വീട് കയറണേ. നിൽക്ക് പോകാൻ വരട്ടെ. ഇന്ന് ക്രിസ്മസ് ഒക്കെ അല്ലേ? താൻ എനിക്ക് എൻ്റെ ഒരു 5 മിനിറ്റ് കമ്പനി പോകാൻ പറ്റുമോ? എനിക്ക് കമ്പനി പോകണം ഇപ്പോൾ ഈ ഭൂമിയിൽ താനും. അങ്ങനെ പറയല്ലേ, അടുത്ത വീട് കയറി എനിക്ക് സുഖം കിട്ടിയാല. 5 മിനിറ്റ് തനിക്കിവിടെ കമ്പനി പോകാൻ പറ്റുമെങ്കിൽ തനിക്ക് ഇവിടുന്ന് പോകാം, ഇല്ലെങ്കിൽ തനിക്ക് ഇവിടുന്ന് പോകാൻ അനുവാദം ഇല്ല. ചുമ്മാ വേണ്ട, ഈ വീട്ടിൽ നിന്ന് എന്ത് വേണം എടുത്തു. എങ്ങനെയാ, ഡീലാണോ? ഇവന് വട്ട് തന്നെ. എനിക്ക് സമ്മതം. എന്നാൽ താനോട് ഇരി, ഞാനൊരു കുപ്പി എടുത്തിട്ട് തരാം. ശരി, കൊള്ളാലോ. ഹലോ, ആ ഇങ്ങ് വാ. ഇരിക്കേ. നല്ല പേടിയുണ്ടല്ലേ, ചുമ്മാ കള്ളന്മാരുടെ വിലകളല്ലേ. എനിക്ക് പേടിയൊന്നുമില്ല, ഞാൻ കൂളാ. അല്ല ഇതെന്താ? ഇന്ന് ക്രിസ്മസ് ഒക്കെ അല്ലേ, എൻ്റെ ബർത്ത്ഡേയും കൂടിയാ. കണ്ടില്ലേ, ഹാപ്പി ബർത്ത്ഡേ ജോമോന്ന് എഴുതി. കണ്ട് ഹാപ്പി ബർത്ത്ഡേ. ഒരുപാട് പേരെ വിളിച്ച ആരും വന്നില്ല, എല്ലാരും പറ്റിച്ചു. നിനക്ക് ഞാൻ ഇല്ലടാ മോനെ. ആ ബെസ്റ്റ്. അല്ല ഇതെന്താ ചായ ഗ്ലാസ്? ഒരു വെറൈറ്റി ആയിക്കോട്ടെ എഴുതി. ആ എന്നാ അടിച്ചു. ഇങ്ങോട്ടോ, ഞാൻ ഒഴിച്ചു കാണിക്കാം. ഇങ്ങനെ വേണം ഒഴിക്കാൻ കേട്ടോ. ആരുമില്ല, ആരില്ലാത്ത എൻ്റെ പക്ഷെ ആരോട് പറയാം? ആർക്കും എന്നെ കാണണ്ട. എനിക്ക് എന്നെ കാണാം. ഓ അതല്ലോടാ ഞാൻ പറഞ്ഞേ. എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ചോദിച്ചാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. കള്ളിനും പണത്തിനും വേണ്ടി അവന്മാരെ അന്വേഷിക്കത്തുള്ളൂ. ഉപയോഗം കഴിഞ്ഞാൽ കറിവേപ്പില. ഇവനൊരു മണ്ടൻ തന്നെ. ഇവനെ പറ്റി ഞാൻ കുറെ നേടും. എന്താണ് ഇപ്പൊ പറഞ്ഞേ? ഒന്നുമില്ല, പോകുടിക്ക്. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം കമ്പനി അടിച്ച് സന്തോഷത്തോടെ മരിക്കണം. ഓ ഒരു കാര്യം ഞാൻ മറന്നു, ആ ദിവസം എന്നാണോ അല്ലേ? എന്താടാ മോനെ പറഞ്ഞേ? ആ ഒന്നുമില്ല, തൻ്റെ ലൈഫിനെ പറ്റി പറ. എന്നാ പറയാനാ, നമുക്ക് ഈ ഫ്രണ്ട്സും ഫാമിലി ലൈഫ് ഒന്നും പറഞ്ഞിട്ടുള്ളതല്ല.
പിന്നെ ഓരോ വീട്ടിൽ കയറുമ്പോൾ ഒരു സുഖം കിട്ടും. അതൊരു പ്രത്യേക സുഖ. അത് പിന്നെ മോനെപ്പോലുള്ള തറവാളുകളൊന്നും പറഞ്ഞാൽ മനസ്സിലായില്ല. ഈ കോസ്റ്റ്യൂമിൽ വരാൻ കാരണം അത് പിന്നെ ഓണത്തിന് മാവേലി, ശ്രീകൃഷ്ണക്ക് ശ്രീകൃഷ്ണൻ, പിന്നെ ക്രിസ്മസ് ഇതുപോലെ ഇങ്ങനെയൊക്കെ വരും. പിന്നെ പപ്പർ, നേഴ്സ്, ഡോക്ടർ, അങ്ങനെ ഇങ്ങനെ പോകും. ആ നല്ല വെറൈറ്റി കള്ളാണല്ലോ. ജീവിക്കണ്ടടാ. ഡോ തനിക്ക് എന്നോട് വരാൻ പറ്റുമോ പരലോകത്തേക്ക്? പറഞ്ഞോ. മിക്കവാറും ഞാൻ അവിടെ തന്നെയാവും. താൻ എന്നോട് കമ്പനി ആയിരുന്നില്ലേ? എവിടെ വേണമെങ്കിലും വരാം, പരലോകോ. എനിക്കിവിടെ ഒത്തിരി കാര്യമൊന്നുമില്ല. എൻ്റെ ചെലവ് മൊത്തം നോക്കണം. എന്നാ ഓക്കെ. മോന്റെ കേക്കല്ലേ കഴിച്ച്? നമ്മളൊന്നും മുറിച്ചില്ലല്ലോ. എന്നെ മുറിക്കാനാ? അതങ്ങ് പിച്ച് ചീന്ത്. മൈ ലാസ്റ്റ് ബർത്ത്ഡേ. അയ്യോ എന്നെ കണ്ടടിച്ചു പോയേ. ഇവന്റെ ബോധം പോയ. നമ്മൾ വന്ന പരിപാടി നമുക്ക് നോക്കാം. എന്തായാലും അനുവാദം കിട്ടിയല്ലേ. ഇവിടെ കിട്ടി കിട്ടി കിട്ടി. ബോധം ഇല്ലല്ലോ അല്ലേ? ഇവിടെ ഒന്നുമില്ലല്ലോ. പഠിച്ചെന്നാ അറിയും. പഠിച്ച് കെട്ടിറങ്ങി വിശക്കുന്നുണ്ട്. മൈ ഫേവറേറ്റ് കഞ്ഞി. യോമനെ, ഏട്ടനീ കഞ്ഞിയും എടുക്കുക. മോനൊന്നും തോന്നരുത് കേട്ടോ. എന്താ ടേസ്റ്റ്! ഇതുപോലൊരു കഞ്ഞി ഞാൻ ലൈഫിൽ കണ്ടിട്ടില്ല. ഇവരത് എങ്ങനെ ഉണ്ടാക്കിയാക്കറി? എനിക്കാണ് ചോദിക്കാറുണ്ട്. സമയം കളയാനില്ല. കൈ കിട്ടുന്നില്ല, അടിച്ചു മാറ്റാം. അവിടെ രണ്ടെണ്ണം പൊട്ടിച്ചാലോ? വേണ്ട, പാവം തീർക്കാൻ. ഇവിടെ ഒന്നുമില്ലല്ലോ. ആ പിന്നെ ഞാൻ പറ്റിച്ചു. പിന്നെ ഇവിടെ എന്താ ഉള്ള? ഇവിടെ എന്താ ഞാൻ ഏറ്റോ? ആ ഇവരോട് ഉണ്ടായിരുന്നാ? പിന്നെ ആരായിരുന്നത്? ഇവിടെ എന്തോ ഉണ്ട്. നീക്കും മുമ്പ് പോയേക്കാം. ആരാ? നിന്നെ ഞാൻ എവിടെയോ. ഒരു മിനിറ്റ്. ആ കിടക്ക ഞാൻ തന്നെ. ചെറിയ പ്രശ്നമുള്ളൂ. ജസ്റ്റ് ഒന്ന് മരിച്ചായിരുന്നു. മാറിക്ക്, ഞാനിതാനും മരിച്ചതാ. എപ്പോ? താൻ നല്ല ടേസ്റ്റില്ല ഞാൻ ഉണ്ടാക്കി കഞ്ഞി കുടിച്ചില്ലായിരുന്നോ? അത് ഞാൻ മരിക്കാൻ വേണ്ടി വിഷം ചേർത്താ. ആ എന്തായാലും എൻ്റെ കൂടെ ഒരു പരലോകത്തേക്ക് വരാന്ന് പറഞ്ഞല്ലേ. ഇപ്പൊ എനിക്കൊരു കൂട്ടായി. കള്ളം കുടിച്ചെന്തെങ്കിലും പറഞ്ഞു കേട്ട്. അയ്യോ എന്റെ ജീവിതം പോയേ. ആ നമ്മളെ വെയിറ്റ് ചെയ്ത കാലോട് നിൽക്കുക. പിന്നെ നമ്മുടെ സൗഹൃദം വെച്ച് ഞാനാ പറഞ്ഞേ കൂട്ടിക്കൊണ്ടുവരുന്നത്. സത്ത അപ്പൊ എന്റെ ബോഡി എന്തിടാ? അത് നിങ്ങൾ ലാസ്റ്റ് കയറിയ റൂമില്ലേ, അവിടെ കിടപ്പുണ്ട്.
ആദ്യം ഈ പാപ്പ കോസ്റ്റ്യൂം ഒന്ന് മാറ്റി എന്നാ ഈ ഷർട്ട് മുണ്ടും അങ്ങട്. അവിടെ ഇതാ കോസ്റ്റ്യൂം, ഇതില് കേറ്റൂല. നാ. ആഹാ മുടുക്കനായി. എങ്ങടാ എന്നെ ഭംഗിയല്ലോ എൻ്റെ വീട് കാണാൻ. ഇപ്പം എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ടൈമാ. നാളെ എൻ്റെ ഡെത്ത് ഡേ. കുറച്ച് പടക്കം പൊട്ടിക്കാൻ ആൾക്കാരെ പറയേണ്ടതായിരുന്നു. നാളെ എൻ്റെ ബോഡി പോലീസുകാർ കാണുമ്പോൾ അവരെന്നെ എന്തൊക്കെ ചെയ്യുമോ? അല്ലാതെ നാളുകളൊക്കെ കണ്ടുകൂടാ. ആ അത് ശരിയാ, അതൊരു മിസ്റ്ററി ആയിരിക്കും. പോടാ വാ വാ പോ. ആ ഇവനിപ്പോഴാണ് ഒരാളുടെ ടീമില്. ആരാ? എൻ്റെ അകന്നൊരു ഫ്രണ്ടാ, എന്നെ ഒറ്റപ്പെടുത്തി ഇവനാ. ഓ സൈക്കോ ജോമോൻ, സൈക്കോ. പിന്നെ ഞാൻ കൊണ്ടു പരലോകത്തേക്ക്. സൈക്കോ സൈക്കോ വളരടാ. ആരാ പറയുന്നടിച്ചേ? ധൈര്യം മുന്നോട്ട് വേണ മയിലേ. ശോഭനെ